നമ്മൾ ഈ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിൻ തുടങ്ങിയതിനു ശേഷം ഒരുപാട് വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പൊതുസമൂഹവും അറിയാതെ പോയ ചില വാർത്തകൾ ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്താണ് പാലക്കാട് നിന്നുമുള്ള ബ്രേക്കിംഗ്, ഇക്ബാൽ? അരുൺ, ഗുഡ് മോർണിംഗ്. പാലക്കാട് പറളിയിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി എന്ന് പറയുന്ന ദാരുണമായിട്ടുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. കിണാവല്ലൂർ സ്വദേശിയും പറളി ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ് ഇടത് കണ്ണിൻ്റെ കാഴ്ച 40% നഷ്ടമായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു സംഭവം. സ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ച് ഈ കിണാവല്ലൂർ സ്വദേശിയായ 10ാം ക്ലാസ്സുകാരനെ സഹപാഠി നിലത്ത് വീഴ്ത്തിയതിനു ശേഷം ഈ ഇടത് കണ്ണിലേക്ക് ആഞ്ഞ് ഇടിക്കുക ായിരുന്നു എന്നാണ് വിദ്യാർത്ഥി തന്നെ പറയുന്നത്. സ്കൂൾ തുറന്ന സമയത്ത് അതായത് ജൂൺ മാസത്തിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ സഹപാഠി നിലത്ത് വീഴ്ത്തി കണ്ണിലേക്ക് ഇടിക്കുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. പോലീസിൽ പരാതി നൽകിയതിനാൽ നടപടി സ്വീകരിക്കില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതായി കുട്ടിയുടെ പിതാവും പറഞ്ഞു. പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. അച്ഛനെ കുറിച്ച് ഫസ്റ്റ് ഒരു ഇതുണ്ടായപ്പോൾ ഫസ്റ്റ് സ്കൂൾ തുടങ്ങിയപ്പോൾ അടിയുണ്ടായി. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പം എന്നെ തല്ലിയത്. തറന്ന് തല്ലിയോ വെച്ചാൽ ഞാൻ ബെഞ്ചിലിരിക്കുമ്പോൾ എന്നെ തല്ലിയപ്പോൾ ഞാനോട് തിരിച്ചു തല്ലി. അപ്പം എന്നെ വീഴ്ത്തിയിട്ടിട്ട് മേലെ കയറി നിന്ന് മോതിക്ക് കുത്തി 2 പേര്. പക്ഷേ വേറൊരുത്തും തല്ലിയില്ല, വീഴ്ത്തിയിട്ടു. ഒരുത്തൻ തല്ലി. അപ്പോൾ ഞാൻ താഴെ വീണു. എന്നിട്ട് അവർ കയറി നിന്ന് കുത്തി. അപ്പോൾ ഒന്നും മനസ്സിലായില്ല, വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പം മനസ്സിലായി. മങ്ങിയിട്ടാണ് കാണുന്നത്. പരാതി കൊടുത്തു. നമ്മൾ മറ്റേ MLAക്ക് പരാതി കൊടുത്തു. സ്കൂളിൽ അവരിനെ PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ നിങ്ങൾ പറ്റുമ്പോൾ ചെയ്തോളിയും പറഞ്ഞു അവർ. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് കണ്ണിൻ്റെ നരമ്പിൻ്റെ ഉള്ളിലെ നരമ്പ് ചതഞ്ഞു, അതുകൊണ്ട് ഇതിൽ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചില്ല. ആ വിവരം നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവർ നിങ്ങൾ കേസ് കൊടുത്തില്ലേ, കേസ് കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കേസ് മുഖാന്തരം നോക്കിയും പറഞ്ഞു ഇവിടെ സ്കൂളുകാർ. പിന്നെ ടീച്ചർമാർ വന്നിട്ട് വെളിയിലൊക്കെ കുട്ടികൾ ഭയങ്കര വില്ലനാണ്, വെളിയിലൊക്കെ ഒരു ദിവസം ഞങ്ങൾ ശല്യമാണ്, വെളിയിൽ വെച്ചിട്ട് തല്ലുണ്ടായിന്ന് എല്ലാവരുടെയും പറയണമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ മുഖാന്തരം ക്ലാസ്സിൽ പോയിട്ട് എല്ലാ കുട്ടികളുടെ അടുത്തും പറഞ്ഞ് നടക്കുകയാണ്. നടപടിക്ക് പോയതിനാൽ നടപടി സ്വീകരിക്കേണ്ടെന്ന് HM അറിയിച്ചിട്ടുണ്ടെന്ന് സ്കൂളിലെ അധ്യാപിക കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു സംഭവം. അധ്യാപികയുടെ ശബ്ദ സംഭാഷണം കൂടി ഒന്ന് കേൾക്കാം. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ, അപ്പൊ ആ പയ്യനെ അവര് വിളിച്ചു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പൊ HMനായിട്ട് പോലീസിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി സ്കൂളുകാരെ ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി പറയേണ്ടവരറിയില്ലല്ലോ. അല്ല, ഞങ്ങൾ പോയത് തന്നെയാണ്, ഞങ്ങൾ പോയി ഞങ്ങൾ സംസാരിച്ചത്. ഞാൻ വിളിച്ചപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ചതല്ലേ, നമുക്ക് സ്കൂളിൽ നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആവട്ടെ എന്ന്. ഇതൊക്കെ ഒരു കുട്ടികളുടെ ഇതായിട്ട് അത് മാത്രമല്ല, ഇതിന് പറ്റിയതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ചെലവിനുള്ളതോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം എന്ന തരത്തിൽ തന്നെയാണ് അത് സംസാരിച്ചിരുന്നത്. ഞങ്ങൾ പരാതി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞൊന്ന് അറിയിക്കണം. ഇനി ഇടപെടാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് പോയത് കൊണ്ട്. വിചിത്രമായ വാദമാണ് ടീച്ചറിന്റെയും HMന്റെയും. പോലീസിൽ അറിയിച്ചതുകൊണ്ട് സ്കൂളിന് ഇടപെടാൻ കഴിയില്ലെന്നത്രേ. ആ സ്കൂളിലെ വിദ്യാർത്ഥികളല്ലേ ഇരുവരും. ഇടിച്ചു കുട്ടിയും അവിടുത്തെ വിദ്യാർത്ഥി, ഇടികൊണ്ട വിദ്യാർത്ഥിയും അവിടുത്തെ വിദ്യാർത്ഥി. ഇടികൊണ്ട വിദ്യാർത്ഥിയുടെ 40% കാഴ്ചയാണ് പോയത്. ആര് തിരിച്ചു കൊടുക്കും എന്നൊരു HM പറയുകയാണത്രേ. ഈ കാര്യം നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ലേ എന്ന് കുറ്റപ്പെടുത്തലിൻ്റെ ഭാഷയിലാണ് ഈ ടീച്ചർ ചോദിക്കുന്നത്. ഇക്ബാൽ അറക്കൽ തുടരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, 2 ഗുരുതരമായ മിസ്റ്റേക്ക് ഈ സ്കൂളിന് പറ്റിയിട്ടുണ്ട്. ഒന്ന്, ഇത്തരമൊരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചു, ഒരു സംഘടനമുണ്ടായി. അതിനുശേഷം സ്കൂളിൽ നിന്ന് അധികൃതർ ഇടപെട്ട് നടപടി എടുത്തില്ല. അതിനുശേഷം പോലീസിൽ അറിയിച്ചപ്പോൾ ഈ കുടുംബത്തെ വിളിച്ച് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ലേ എന്ന് ചോദിക്കലാണ് ഈ സ്കൂൾ ചെയ്യുന്നത്. ഇതെല്ലാം സ്കൂളിൽ വെച്ച് മൂടി വയ്ക്കുക, ഒത്തുതീർപ്പാക്കുക എന്നതാണ് ടീച്ചർമാർ ചെയ്യുന്നത്. അപ്പോഴും പോലീസിലേക്കോ അല്ലെങ്കിൽ വേണ്ട ശിക്ഷാ നടപടികളിലേക്കോ കടക്കുന്നില്ല എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്, ഇക്ബാൽ? അരുൺ, അതായത് ഈ വിദ്യാർത്ഥികളെ തിരുത്തേണ്ടത് അധ്യാപകരാണ്. ആ അധ്യാപകരാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. അതായത് ഒരു ക്ലാസ് മുറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുന്നതും ആ മർദ്ദനത്തിൻ്റെ പിന്നീട് ആ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ മർദ്ദനം ഏറ്റിട്ടുള്ള വിദ്യാർത്ഥി എന്ന് പറയുന്നത് NCCയിലൂടെ എല്ലാം കടന്നുപോയി പോലീസ് ആവണമെന്നും പട്ടാളമാവണമെന്നും എല്ലാം വലിയ രീതിയിൽ ആഗ്രഹവുമായി മുന്നോട്ട് ജീവിക്കുന്ന വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം നേരിടുകയും ആ വിദ്യാർത്ഥിയുടെ കാഴ്ച 40% നഷ്ടമാവുകയും ചെയ്തത്.
ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടൊരു ഇടപെടൽ തേടിയാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിലും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ എല്ലാം സമീപിച്ചത്. അധ്യാപകർ പറയുന്നത് എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്നുള്ള രീതിയിൽ സംസാരം മാത്രമാണ് നടത്തിയത്. അല്ലാതെ ഈ ആക്രമിച്ചിട്ടുള്ള വിദ്യാർത്ഥിയെ തിരുത്താനോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിക്കാനോ അധ്യാപകർ തയ്യാറായിട്ടില്ല എന്ന് ഈ അധ്യാപകയുടെ ശബ്ദശകലത്തിൽ തന്നെ വ്യക്തമാണ്. പോലീസിൽ പരാതി കൊടുത്തത് കൊണ്ട് തന്നെ ഇനി സ്കൂൾ അധികൃതർ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. PTA യോഗത്തിൽ ഉൾപ്പെടെ ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് എത്തി കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ ഇനി തങ്ങൾക്കൊന്നും ചെയ്യാനില്ല, തങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾ പോലീസിന്റെ വഴി സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ നിയമത്തിന്റെ വഴി സ്വീകരിച്ചോളൂ, തങ്ങൾ ഒരു നടപടിയും ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന രീതിയിലേക്കാണ് അധ്യാപകർ പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ മങ്കര പോലീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുള്ളത്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും സ്കൂൾ അധികൃതർ പറയുന്നു തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, തങ്ങൾക്ക് യാതൊരു രീതിയിലും ഉത്തരവാദിത്വമില്ല എന്ന്. ഈ പറയുന്ന പറളി ഹൈസ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. ക്ലാസ് മുറിയുടെ അകത്തേക്ക് ഒരു വിദ്യാർത്ഥിയെ നിലത്ത് വീഴ്ത്തുന്നു. ആ വിദ്യാർത്ഥിയുടെ മേലിൽ കയറി ഇരുന്നാണ് വിദ്യാർത്ഥിയുടെ കണ്ണിലേക്ക് ആഞ്ഞിടിക്കുന്നത്. ആ വിദ്യാർത്ഥിയെ പിന്നീട് പാലക്കാട്ടെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നു, കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് എത്തി ചികിത്സിക്കുന്നു. ആ ചികിത്സയിൽ വെച്ച് വിദ്യാർത്ഥിയുടെ കാഴ്ചശക്തി 40% നഷ്ടമായെന്നും ഇനി ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടില്ല എന്നും ഡോക്ടർമാർ അറിയിക്കുന്നു. അത്തരത്തിലൊരു സംഭവം നടന്നിട്ടും യാതൊരു ഉത്തരവാദിത്വമില്ലാതെയാണ് ഈ അധ്യാപകർ പ്രതികരിക്കുന്നത്. ഏതായാലും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ വേണം. ഈ ഇപ്പോൾ ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ സ്കൂൾ അധികൃതർ പറളി ഗവൺമെന്റ് സ്കൂളിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഒരു കുട്ടിയുടെ ദേഹത്ത് കയറിയിരുന്ന് കണ്ണിൽ നോക്കിയിട്ട് ആഞ്ഞിടിച്ച് ആ കാഴ്ചശക്തി 40% കളയുക. ഈ വിവരം അറിയുമ്പോൾ സ്കൂൾ അധികൃതർ പോലീസിൽ അറിയിച്ചതിന് കുടുംബത്തെ വിളിച്ച് നിങ്ങൾ പോലീസ് അറിയിച്ചല്ലേ, ഞങ്ങൾ അറിയിക്കാതെ. ഈ വിവരം സ്കൂൾ അധികൃതരല്ലേ ആദ്യം അറിയേണ്ടത്. ഇനി അവർ അറിഞ്ഞതിന് ശേഷവും പോലീസിനെ അറിയിച്ചാൽ പോലീസിനോട് അവർ സഹകരിക്കുകയല്ലേ വേണ്ടത്. സ്കൂൾ ഇടപെടേണ്ടതില്ല, പോലീസിൽ അറിയിച്ച സ്ഥിതിക്കെന്ന് പറഞ്ഞു അത്രേ. ഈ കുട്ടികളെ വിളിച്ച് നല്ല വഴിക്ക് ഉപദേശിക്കേണ്ടത് പോലീസുകാരാണോ? ഈ അധ്യാപകരല്ലേ? അതിനുവേണ്ടിയല്ലേ ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്? ക്ലാസ് മുറിയിൽ പോയി തങ്ങൾ പഠിച്ചു വെച്ച പാഠഭാഗങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അഥവാ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയാൽ മതിയോ? അവരെ മെന്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ അധ്യാപകർക്കില്ലേ? ഇതൊക്കെ 10ാം ക്ലാസ് വരെയുള്ള അധ്യാപകരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണോ? പലപ്പോഴും ഇതൊരു വഴിപാടായിട്ട് ചെയ്തു പോകുന്ന അധ്യാപകരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മികച്ച അധ്യാപകരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചിലരെങ്കിലും ഈ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണക്കാക്കി അവരോടൊപ്പം ചേർന്നു നിന്ന് അവരെ പരിപാലിക്കാനും മെന്റർ ചെയ്യാനും കഴിയുന്ന അധ്യാപകർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. അങ്ങനെയുള്ളവരില്ലാതാകുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം.